വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ അന്നേരം പറഞ്ഞു പിറന്നാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വിഷു ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരക്കായിപ്പോയി, ഞാൻ ഡ്രൈവിങ്ങിലായിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പുറത്തുള്ള ശബ്ദങ്ങൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പറയുന്ന പോലും മനസ്സിലായി. അപ്പോൾ ശബ്ദമില്ലാത്ത സ്ഥലത്ത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ തന്നെ. പിന്നെ വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഗണേശ ക്ഷേത്രത്തിൽ. അപ്പോൾ വരുന്ന സമയത്ത് അവിടുന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോൾ എത്തി മയിലെത്തി കേട്ടോ. നമ്മൾ സ്ഥലത്ത് എത്തി കേട്ടോ. നല്ല ഇതുപോലെ ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാം. ചോദിച്ച് കൊണ്ടുവരും. മയിൽ ടൗണ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് വോയിസ് റെക്കോർഡിങ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദേശത്ത് ഇതുപോലുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ദയവായി നമ്മളെ അറിയിക്കാം. അവിടുത്തെ ക്ഷേത്രം നമ്പർ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. ക്ഷേത്രത്തിലെ ഓഫീസിലെ നമ്പർ കിട്ടുവാണെങ്കിൽ ഞാൻ വിളിച്ച് ചോദിച്ച് പോയിക്കോളാം. മയിൽ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് വരിക കേട്ടോ. മയിൽ ഹൈസ്കൂളെല്ലാം ഇവിടെയാണ് വരിക. ഇതാണ് മയിൽ ഹൈസ്കൂള്. ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസമാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട് മുമ്പിട്ട് കണ്ടിട്ട്. നമുക്ക് വേളം മഹാഗണപതി ക്ഷേത്രം ഇങ്ങോട്ടാണ് പോവുക. നമ്മൾ ആദ്യത്തെ വീഡിയോ അവിടെയായിരുന്നു ചെയ്തത്. അങ്ങനെ ആദ്യത്തെ കണ്ണൂർ ജില്ലയിൽ ചെയ്തത്. ഇവിടെ ബമ്പിലോട്ട് പെട്ടെന്ന് കടക്കാൻ കഴിയില്ല. സ്കൂളിലുകൊണ്ട് ചറവറ ചുറ്റിപ്പോയ പോലെയാണ്. ഇഷ്ടംപോലെ ബമ്പ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ എന്താ അറിയാം, ഇതിപ്പം അങ്ങോട്ടേക്ക് പോകുന്നതാണ്. പക്ഷേ ഇത് നോക്കണം, നേരെ പോയതെന്നാണ് ഇവിടെ പറഞ്ഞത്. വർഷക്കാരോട് ചോദിച്ചാൽ അവർ പിന്നെയും കുറ്റങ്ങൾ പറഞ്ഞു തരും. ഇതുപോലെ അതാ പറയാൻ പോയത് അറിയാം നേരത്തെ. അതായത് പറയുമ്പോൾ ഇതുപോലെ വഴിയേറായിട്ട് കേൾക്കുന്ന ഒരാളോട് ചോദിക്കാൻ വേണ്ടി നിന്നതാണ്. ആരും കാണുന്നില്ല. അങ്ങനെ ഞാൻ അലറ്റിയിട്ട് ഞാൻ ഒരു വ്യക്തിയെ കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ചിലപ്പോൾ ഇതിൻ്റെ അടുത്തൊരു അടുത്ത് ഏതോ പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ വെച്ചാൽ അന്നേരം ആ സമയത്ത് ചോദിച്ചോ. ക്ഷേത്രമൊക്കെ ചോദിച്ച് അയാൾക്ക് അറിയില്ലെന്ന് ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞു. അയ്യോ ഞാൻ ചോദിച്ച ബംഗാളിയോടാ. ഈ ബംഗാളി ഏതാ മലയാളി ഏതാന്ന് മനസ്സിലാവാത്ത അവസ്ഥയായി. അതിന് കുറച്ചങ്ങോട്ട് ഇത്തിരി ദൂരം വരേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. റോഡിന് കുറച്ച് റോഡ് പോകണമെന്നും പറഞ്ഞു. അത് ഇവിടെ നമ്മൾ റോഡിന് തന്നെ ബോർഡും ഉണ്ടാവുമെന്നെല്ലാം പറഞ്ഞു. പക്ഷേ നമ്മൾ കടന്നുപോയോ ഇനിയിപ്പോൾ ആയിപ്പോയോ ഒന്നും അറിയില്ല. ഇനിയിപ്പം വീടിന് കൊണ്ടാരാ പറഞ്ഞാൽ ആളുടെ വെച്ചാളുണ്ട്. പക്ഷേ എവിടെ എല്ലാം വെച്ചാൽ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. മലയാളം മാലുമേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇടയാ കേട്ടോ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് പോകാനൊന്നല്ല യോഗം. ഗണേശനെ പോയി പിടിച്ചിട്ട് നോക്കുമ്പോൾ എത്തിയത് സുബ്രഹ്മണ്യൻ.
ഇത് 8ാം മൈലിലാണ് വരിക കേട്ടോ. പഴശ്ശി മയിൽ പിയോ. ഗണപതിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം ഗണപതിൻ്റെ ഏട്ടൻ്റെ അടുത്ത് എത്തിയേ. നോക്കിയേ, അതാണ് നമ്മളെ അവസ്ഥ. നമ്മൾ ആരാ വെച്ച് കൊണ്ടുപോകുന്നു ഒന്നും പറയാൻ പറ്റില്ല. നോക്കാം നമുക്ക്. എന്തായാലും നമുക്ക് എവിടെയാണെന്ന് നമ്മൾ അദ്ദേഹം എത്തിക്കുന്നൊന്നും അറിയില്ലല്ലോ. ഇതെല്ലാം ബോർഡ് കാണുന്നുണ്ട്. എവിടെയാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇനിയും കുറേ വേണ്ട. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതെയാ? ശിവക്ഷേത്രം അല്ലല്ല, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഭസ്മം മണക്കുന്നു കേട്ടോ നല്ലോണം. നമുക്ക് നമ്മളെ കൂടെ അധികം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മുരുകൻ ശരിക്കും നല്ല ഭസ്മം മണക്കുന്നു. ഭസ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പഴനിക്കുന്നുള്ള സ്മെല്ലില്ലേ, ആ സ്മെല്ലാണ് എനിക്ക് ഈ പഠിച്ചിങ്ങോട്ട്. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഇതാ ഇപ്പം മണക്കുന്നുണ്ട്, നല്ലോണം മണക്കുന്നുണ്ട്. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എവിടെ വരുമോ? ഓ ആ, നമുക്ക് വഴി കാണിച്ചത് ഈ റോഡിൽ കൂടെ പോകുന്നു. ഞാൻ നേരത്തെ ഇങ്ങോട്ടെന്നാ പറഞ്ഞേ, അതന്നെ സംഭവം. ഇവിടെ മലയാളികളില്ല, എല്ലാം ബംഗാളികളാണ്. ഈ കാണുന്നതെല്ലാം ബംഗാളികളാണ്. എന്താ ചെയ്യുക? അതാണ് നേരെ കാണുന്നത് കേട്ടോ. അതിപുരാതന കാലത്തേയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് വണ്ടി അങ്ങോട്ട് ഇറക്കി പോകാൻ പറ്റുമോ കയറാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ വണ്ടിയുടെ വഴിയെല്ലാം കാണുന്നുണ്ട്, നോക്കിയിട്ട് വരാം. പിന്നെ അതുമല്ല, ഇപ്പോൾ സമയം ഏകദേശം 5 തുറക്കാൻ സമയാന്തരേ ഉള്ളൂ. ഇത് സ്ലിപ്പാകുന്ന വഴിയാണ്. എന്ന് വെച്ചാൽ നമ്മളെ ടയറ് പണി കിട്ടും. ഇത് നമ്മളെ വയനാട്ടിൽ പോയ പോലെ വൈകിട്ടില്ല, രാത്രി മാത്രമേ ഉള്ളൂ, അല്ല രാവിലെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ആയി പോവാം. ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞില്ലല്ലോ പോകാനെ. ഏതെല്ലാം കണ്ടുപിടിച്ചല്ലോ, സന്തോഷം. ഇതെല്ലാം രാവിലെ വന്ന് ചെയ്യേണ്ടി വരും. ഇവിടെയൊന്നും ആരുമില്ല, ഒരു മനുഷ്യക്കുഞ്ഞില്ല, എല്ലാം പൂട്ടിയിട്ടില്ല. സമയത്രയും 4:45 അതുകൊണ്ടാണ്. നമുക്ക് കുറച്ചിൻ്റെ വരാം. അപ്പോൾ നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളൊന്നും നോക്കിയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ വേറൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൂടി ഉണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് നോക്കാം, ചോദിച്ച് നോക്കാം. നമ്മൾ ഗണപതിൻ്റെ അടുത്ത് അല്ലേ ഇറങ്ങിനെ. അപ്പം ഇതും നമ്മളെ മനസ്സിലുള്ളതാണ്. ഇതുപോലെ തന്നെ വേറൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ. അവിടെയെല്ലാം നമുക്കെന്ന് വെച്ചാൽ എന്നാ ചെയ്യാനുള്ള ഒന്നും ചെയ്യാനില്ല. കാരണം വെച്ചാൽ അവിടുന്ന് പുറത്തുനിന്ന് ചെയ്തിട്ട് പോകാനേ പറ്റൂ. കാരണം ഉള്ളിൽ കയറാൻ കഴിയില്ല. കാരണം ഉള്ളിൽ കയറാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർ കയറി സമ്മതിക്കില്ല. ചിലവർ സമ്മതിക്കും. ഇപ്പോൾ നമുക്ക് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ അവർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ചിത്രീകരിക്കാൻ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില ക്ഷേത്രങ്ങൾ സഹകരിക്കാറുണ്ട്. തമിഴ്നാട്ടിലെല്ലാം പിന്നെ ഒട്ട് മിക്ക ക്ഷേത്രങ്ങളിലും ഉള്ളിൽ കയറി ചിത്രീകരിക്കാൻ അനുവദിക്കലുണ്ട്. ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ നമ്മൾ അതിനുള്ളിൽ കയറി ചിത്രീകരിക്കാൻ അനുവദിക്കില്ല. നമുക്കതിന് ഗണേശ ക്ഷേത്രം കണ്ടുപിടിക്കാനുണ്ട്. ഒരു പുതിയ ഗണേശ ക്ഷേത്രം. അതാണ് എന്നോട് അതും പിന്നെ ഈ ക്ഷേത്രം പറഞ്ഞു. അപ്പം ഗണേശ ക്ഷേത്രം കഴിഞ്ഞിട്ടാണെന്ന് ഇങ്ങോട്ടേക്കെന്ന് എന്നോട് പറഞ്ഞു. അത് ജസ്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാം, നമുക്കറിയില്ല. ആരോടെ ചോദിക്കേണ്ടെന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. കാരണം എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങോട്ട് വരുന്നതല്ല, ഇതെല്ലാം ബംഗാളികൾ. മലയാളികൾ വളരെ കുറവ്. അപ്പോൾ അത് കേട്ടോ, ഇതിൻ്റെ മുകളിലെല്ലാം ബംഗാളികളാണ്. നടന്നു പോകുന്നില്ല, കണ്ടുങ്ങൾ നല്ല ഓർമ്മയാണ്.
നാട്ടുകാരില്ല. നാട്ടുകാരുടെ എവിടെ പോയെന്നമ്മോ ഇതേപോലെ വയസ്സായ അമ്മയോട് ചോദിക്കേണ്ടി വരും. അമ്മേ, ഈ നമ്മളെ ഗണേശ ക്ഷേത്രം എവിടെ വരുക? ഗണേശ ക്ഷേത്രം, പുതിയ ഗണേശ ക്ഷേത്രം. ആ അതെയാ, എവിടെ വരുമോ അത്? ആ ആ ആ ആ ഇതാണ് കണ്ട സിദ്ധി വിനായക ക്ഷേത്രം. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. ഏട്ടനെ കാണിച്ചെന്നാ ഞാൻ പോയിട്ട് ഫസ്റ്റ് ഇതാ എൻ്റെ ഏട്ടൻ അടിയുണ്ട്, നിങ്ങൾ ആദ്യം വന്നിട്ട് ആദ്യം അത് പോയി നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട്. അതും അല്ലാതെ വേറെ ഒരു ഗണേശ ക്ഷേത്രം കൂടിയുണ്ട്, അല്ല ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൂടിയുണ്ട് കേട്ടോ. അതും ധാരാളം കാലപ്പഴക്കമുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഈ പോയി കാണുന്നതും ചിത്രീകരിക്കുന്നതൊക്കെ ധാരാളം പേര് പറഞ്ഞിട്ടാണ്. നിങ്ങൾ കേൾക്കേണ്ട ഇപ്പം പോയിട്ടും അങ്ങ് എത്തുന്നില്ലല്ലോ. ഇത് തന്നെയാണ് നമ്മളെ ഇത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് യൂട്യൂബിൽ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സുഖമായിട്ട് പോവാം, യാത്ര ചെയ്യാം. അപ്പം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഒറ്റയടിക്ക് പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ. മനസ്സിലായാ? കാറ്റില്ല, കാര്യവും പറയാം. അതാണ് ക്ഷേത്രം. കണ്ടോ, അതിസുന്ദരമായ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഗണേശ ക്ഷേത്രം മാത്രമല്ല, വേറെ എന്തൊക്കെ ഉണ്ട്. തൽക്കാലികമായിട്ട് ബാലാലയത്തിലാണ് ഉള്ളതെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അധികാരികളിൽ നിന്ന് പെർമിഷൻ മേടിക്കണം, എന്തൊക്കെ പണിയുണ്ട്. അടിപൊളിയാണ് ക്ഷേത്രം. വന്നൊരു ഒന്നൊന്നര സംഭവം കേട്ടോ. വെറുതെ അല്ല ഗണേശ ഭഗവാൻ നമ്മളിവിടെ കൊണ്ടുവന്നത്. ആരും വന്നില്ല. വയസ്സായ അമ്മ ഇവിടെ വരേണ്ടതാണ്. ക്ഷേത്രം കണ്ട നിങ്ങൾ അടി ഒന്നൊന്നര സംഭവ ക്ഷേത്രമല്ലേ? സൂപ്പറല്ലേ? നമുക്ക് ബാക്കി മറ്റേ കൊമ്പത്തിരിയിൽ എടുത്തിട്ട് കാണാം കേട്ടോ. ഇതല്ലതാ, ഇത് 2 ക്ഷേത്രം ഇവിടെ വരുന്നത് കേട്ടോ. ഒന്ന് സിദ്ധി വിനായക ക്ഷേത്രമാണ്, ഒന്ന് മറ്റെന്താണെന്ന് എനിക്കറിയില്ല. മഴക്കാറുണ്ടെങ്കിൽ നോക്കി, ആകാശം നല്ല കരിക്കട്ട പോലെയുണ്ട്. അത് നോക്ക്, മഴ പൊടിഞ്ഞു കേട്ടോ. ഇവിടെ ഞാൻ കാലുകുത്തിയാവണ്ട മഴ പൊടിഞ്ഞു. ഗണേശൻ കൂടെയുണ്ടെന്ന് തെളിവാത്. എന്താ വെച്ചാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അവിടെ എത്തുന്നവരെ മഴയൊന്നും പെയ്പ്പിക്കല്ലേ ഭഗവാനെന്ന്. അപ്പോൾ അത് ഭഗവാൻ അത് കേട്ടു. ഇനി ഞാൻ പോകുന്നവരെ അത് ചെയ്യലേന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കോട്ട് വണ്ടിയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പം നല്ല നമസ്കാരം. ഇനി നമുക്ക് മറ്റേ വലിയ വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പെർമിഷൻ വാങ്ങണം. അതിൻ്റെ ആൾ ആരടിയാണെന്നൊന്നും അറിയില്ല. സമയാന്തരേ ഉള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു 4:45 ഉച്ചക്ക് 2 മണിക്ക് 2:30ക്ക് ശേഷം വിട്ടതാണ്. അപ്പം നല്ല നമസ്കാരം.